ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വീണ് അതിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടം മുതൽ പിച്ച വയ്ക്കുന്ന നാൾ മുതൽ തന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ എവിടെയും പരാജയപ്പെടരുത്, എപ്പോഴും വേഗത്തിലായിരിക്കണം, മുമ്പിലെത്തണം, ഓടിയെത്തണം, ഒന്നാമതെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും പഠിപ്പിക്കുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒന്നാമതെത്തണ്ട എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഒന്നാമതെത്തുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഏതിലൊക്കെയാണ് നാം ഒന്നാമതെത്തേണ്ടത്, ഏതിലാണ് നാം ഏറ്റവും പ്രാധാന്യമായിട്ടും ഒന്നാമതെത്താൻ ശ്രമിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് പഠിക്കുന്നത് ജീവിതത്തിൽ എത്ര നല്ലതായിരിക്കുമെന്നറിയാമോ? ആദ്യ അക്ഷരം കുറിക്കുന്ന നാൾ മുതൽ എല്ലായിടത്തും ഒന്നാം സ്ഥാനം എന്നുള്ള ആ വാക്ക് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അത് പരിശോധിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഓരോ മാതാപിതാക്കന്മാർ ശ്രമിക്കുന്നത്. അത് വേണ്ടെന്നോ അത് നല്ലതല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ ജയം ആവശ്യമാണ്, ഒന്നാം സ്ഥാനം ആവശ്യമാണ്, ഏത് മത്സരത്തിലും ജയിക്കണമെന്നുള്ള ഒരു തീരുമാനം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുമൊക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എങ്കിലും അതല്ലല്ലോ ഏറ്റവും അഭികാമ്യമായുള്ളത്. നമ്മളിവിടെ വെറും കുറേ നാളത്തെ താമസക്കാർ മാത്രമാണ്. വിസിറ്റ് വിസയിൽ ഒരു രാജ്യം സന്ദർശിക്കുന്നത് പോലെ നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാലാവധി കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ചിലതിലൊക്കെ കൂടി നമുക്ക് ജയം ആവശ്യമാണ്. നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടി യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം വായിക്കട്ടെ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ ഈ പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റ് അനേക കാര്യങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നാം ചിലതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കണമെന്നുള്ളത്. ഓരോ ക്രിസ്ത്യാനിയും വ്യക്തിപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരാണ് എന്നുള്ളതാണ്. ശിഷ്യനായിരിക്കുന്ന ഏതൊരാളും ശിഷ്യത്വത്തിന് വില നൽകാൻ തയ്യാറാവണം. പ്രാരംഭമായി തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ശിഷ്യത്വത്തിന് വില നൽകുവാൻ കഴിയാത്ത ഒരാൾക്കും ദൈവിക പഠിപ്പിക്കലുകളിൽ പൂർണ്ണ വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലയാളായിട്ട് നടക്കാൻ കഴിഞ്ഞേക്കാം. അവർ കാരണം ദൈവനാമം അപമാനിക്കപ്പെടുകയോ ദുഷിക്കപ്പെടുകയോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്കൊന്നും ദൈവത്തെ പൂർണ്ണമായും പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഏലിയാവിൻ്റെ കാലത്ത് ബാലിന് മുട്ടുമടക്കാത്ത വേറെ 7000 പേർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ 7000 പേർ നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെട്ടില്ല, നിന്ദിക്കപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ? എന്നാൽ ഇസ്രായേൽ ജനതയുടെയും രാഷ്ട്രത്തിൻ്റെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള മടങ്ങിവരവിന് വേണ്ടി ഏലിയാവിനെ പോലെ പ്രയോജനപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഏറ്റവും നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമാണ്. സമൂഹത്തിൽ നല്ലയാളുകൾ എന്ന് ഉള്ള ആ ഒരു പദവി ഉണ്ടല്ലോ, അത് മോശമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. എന്നാൽ തിന്മയ്ക്കെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ടി ദൈവവചനപ്രകാരം നമ്മൾ തയ്യാറാകാത്തിടത്തോളം കാലം നന്മ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മറക്കണ്ട. എന്നാൽ ഇവരിൽ പലരും സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൻ്റെ മേലുമൊക്കെ അമിതമായ താല്പര്യവും ധൈര്യവും കാണിക്കാറുണ്ട്. ദൈവിക കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവർ പിന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വിശ്വാസ ജീവിതത്തിൽ പൂർണ്ണമായ വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ജീവിതത്തിൽ ഏത് മേഖലയിൽ ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തീയ വിശ്വാസി വളർന്നു വന്നാലും സാത്താന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലും ക്രിസ്തീയ ജീവിതത്തിലും ദൈവിക ശുശ്രൂഷയിലുമൊക്കെ വളർന്നു വരുന്നത് സാത്താന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അവനെക്കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ പിശാചിന് എന്തെല്ലാം ആയുധങ്ങളുണ്ടോ ആ മുഴുവൻ ആയുധങ്ങളും അവൻ ഉപയോഗിച്ചെന്നിരിക്കും. തോറ്റുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന ഒരു വലിയ തീരുമാനം ഒരു ക്രിസ്തുഭക്തനുണ്ടെങ്കിൽ സാത്താൻ അവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് തുടർന്നുള്ള വാക്കുകളിലാണ്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ
വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പ് നമ്മൾ സ്വയം പ്രാപിക്കേണ്ടതാണ്. അങ്ങനെ ഈ ഉറപ്പ് നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പൂർണ്ണ ജയം നിശ്ചയമായിട്ടും ഉണ്ടാവും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താൽക്കാലികമായ ഈ ലോക ജീവിതത്തിലെ ജയത്തേക്കാൾ നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണം ജയകരമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.